രാഹുൽ മാങ്കൂട്ടം എന്ന വിലാസം തന്നെ മാറുകയാണ്. ഇന്നു മുതൽ രാഹുൽ മാങ്കൂട്ടം MLA ആണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയാവുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു അളവുകോലാണ്. ജനങ്ങൾ അത്ര നാളുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു, വിധി എഴുതുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലാണ്. അപ്പോൾ ആ വിലയിരുത്തലിൽ ജനങ്ങൾ വലിയ സ്നേഹം തന്നതിനകത്ത് വലിയ സന്തോഷവും അഭിമാനവുമാണ് സത്യസന്ധമായി പറഞ്ഞുള്ളത്. ആരൊക്കെ വരുന്നുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക്? സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ വരാൻ കഴിയാത്ത ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഒന്ന് ഇപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ എല്ലാവരും എത്തുന്നുണ്ട്. പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം മുൻ നിശ്ചയിച്ച പരിപാടികളുണ്ട്. KC പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എങ്കിലും ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫൈനൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. MPമാരൊക്കെ പാർലമെൻറ്റിലാണ്, ബാക്കി സ്റ്റേറ്റിലെല്ലാ നേതാക്കന്മാരും എത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് ആരൊക്കെയുണ്ട്? സുഹൃത്തുക്കൾ? വീട്ടിൽ നിന്ന് അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളും എല്ലാവരും ഉണ്ട്, കസിൻസും എല്ലാവരും ഉണ്ട്. പിന്നെ സുഹൃത്തുക്കൾ, അടൂരെ പ്രധാനപ്പെട്ട ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒപ്പം നിന്നിട്ടുള്ള ആളുകൾ ഇവരാണല്ലോ കൈ പിടിച്ചു വരുത്തിയത്. അടൂരിലെയും പത്തനംതിട്ടയിലെയും ഒക്കെ ആളുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാതുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അപ്പം ആകെ തങ്ങൾ ഒന്ന് പുറത്താണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒന്ന് പുറത്താണ്. ഇവർ രണ്ടുപേരും വിദേശത്താണ്. അപ്പോൾ ബാക്കിയെല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുമെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരം. കേരളമാകെ ശ്രദ്ധിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് അനുകൂലമായി സംഭവിച്ചത്. 1.5 വർഷം നമുക്ക് ബാക്കിയുണ്ട്. എന്താണ് പാലക്കാടിനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി? ഒരു 1.5 വർഷത്തേക്കിനുള്ള പദ്ധതികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മണ്ഡലത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് 1.5 വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്തൊരു ടേം, ഇപ്പോൾ 2026 തൊട്ട് 31 വരെ അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നമ്മളവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ 2040 നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞു, 2040 നിങ്ങൾ ലോക ഭൂപടത്തിൽ പാലക്കാടിനെ എങ്ങനെ അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ആശയങ്ങൾ പാലക്കാടിനെ മുകളിൽ അടിച്ചേൽപ്പിക്കാതെ പാലക്കാട് നിന്ന് വരുന്ന പൊതുവായിട്ടുള്ള, അപ്പോൾ അതിന് ജനസഭകളടക്കമുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ താഴെത്തട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് താഴെത്തട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന, ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആശയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. എങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് പറയുമ്പം ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നെൽകർഷകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക. നെൽകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ഇതര വരുമാനങ്ങൾ, ഇപ്പം പാഡി ടൂറിസം അടക്കമുള്ള കാര്യങ്ങളുടെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, ആരോഗ്യരംഗം എടുക്കുമ്പോൾ മെഡിക്കൽ കോളേജ്, ചെറുപ്പക്കാരുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് തൊഴിലവസരങ്ങൾ, ഇതടക്കമുള്ള കുറേയേറെ കാര്യങ്ങൾ, അത് എല്ലാം ഈ 26 മുന്നേ പൂർത്തീകരണം എന്നല്ല പറയുന്നത്, 2040 ശക്തമായ അടിത്തറ പാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അടുത്ത നിയമസഭാ സമ്മേളനം അതെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്കും ഒരു കൗതുകവും താല്പര്യവും അഭിമാനവും ഒക്കെയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നിയമസഭാ സാമാജികനാകുക, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുള്ളൊരു അവസരമാണ്. ആ അവസരത്തിലേക്ക് താരതമ്യേന വളരെ ജൂനിയറായ ഒരാൾക്ക് അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒന്നാമത് പ്രസ്ഥാനത്തോടും അതോടൊപ്പം തന്നെ പാലക്കാടിനോടുമുള്ള കടപ്പാടാണ് ആ ഒരു അവസരത്തിലേക്ക് എന്നെ എത്തിക്കുന്നതിൻ്റെ കാരണം. എല്ലാവിധമായ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു.